അനധികൃത കുടിയേറ്റം നടത്തിയ 2 ബംഗ്ലാദേശ് യുവതികൾ കഴക്കൂട്ടത്ത് പിടിയിൽ. അന്യസംസ്ഥാന തൊഴിലാളികളെ പറുദീസയാണ് കേരളമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കേരളത്തിലെ പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ തന്നെ പറയേണ്ട കാര്യമില്ല. റീൽസിലും എല്ലാത്തിലും കയറി വന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആലുവയും ഒട്ടും മോശമല്ല. അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത 2 സ്ഥലങ്ങളായിട്ട് കേരളത്തിലെ പെരുമ്പാവൂരും ആലുവയും. ഈ ഒരു സമയത്താണ് ഇപ്പോൾ കഴക്കൂട്ടുന്ന 2 യുവതികളെ, അതായത് ബംഗ്ലാദേശ് യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നറിയുമോ? 2 പേര് ഡോക്ടറാണെന്ന വ്യാജേന ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു. 35,000 രൂപയാണ് വീട് വാടകയ്ക്ക് എടുത്ത് ആ വീട്ടിൽ ഡോക്ടറാണെന്ന വ്യാജേന താമസിക്കുകയും രാവെന്നോ പകലെന്നോ ഇല്ലാതെ വില കൂടിയ കാറുകളിൽ പലരും അവിടെ സന്ദർശനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ആന്റി സ്ക്വാഡ് ആണ്, ATS ആണ് ഇവരിലേക്ക് ഒരു അന്വേഷണം രഹസ്യമായിട്ട് വ്യാപിച്ചത്. അതിൽ കുടുങ്ങിയത് ഒരു സെക്സ് റാക്കറ്റ് തന്നെയാണ്. കാരണം ഈ 2 യുവതികളെ ഇവിടെ കൊണ്ടുവന്നത് മറ്റാരുമല്ല, കൊല്ലത്തെ അതായത് ആ ഒരു പ്രദേശവാസികളുടെ ആളുകൾ തന്നെയാണ്. വലിയൊരു റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾക്കൊരു ചോദ്യമാണിത്, സംസ്ഥാന സർക്കാരിനോട് ചോദ്യമാണ്. കാരണം കേരളം അന്യ സംസ്ഥാനക്കാരെ കാണുന്നത് ഒരു പറുദീസയായിട്ടാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇവിടെ ജോലി എടുക്കുന്നത്, ഇവിടെ കേരളത്തിലെ മലയാളികളെക്കാൾ കൂടുതൽ ജോലി എടുക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ എത്ര പേരാണ് ബംഗ്ലാദേശികൾ എന്ന് നമുക്കറിയാമോ? നമുക്കറിയുകയില്ല. കാരണം ഓരോരുത്തരുടെ നോട്ടവും ഭാവവും എല്ലാം നമ്മുടെ ഇവിടെ വരുന്നവരിൽ എത്ര പേരാണ് ബംഗ്ലാദേശികൾ, എത്ര പേരാണ് ഇന്ത്യക്കാരെന്ന് പോലും നമുക്കറിയാൻ പാടില്ലാത്ത സാഹചര്യമാണ്. ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ സർക്കാർ നേറ്റിവിറ്റി കാർഡ് ഇവർക്ക് കൊടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സമരത്തില്, അതായത് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിപ്പിച്ചവരാണ് നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സംസ്ഥാന സർക്കാരും ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇപ്പോൾ നടക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലിക്ക് വരുന്നു. അവർ ഉപജീവന മാർഗം തേടിയാണ് വരുന്നതെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഈ വരുന്നവരുടെ കൃത്യമായ ഒരു രേഖ എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? ആരാണ് നോക്കുന്നത്? ഇവരിൽ എത്ര പേര് തീവ്രവാദികളുണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന പല ദുരന്ത സംഭവങ്ങളും, അതായത് സ്ഫോടന കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്ന പല ആളുകളുമാണ് ഈ ടെററിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് കൊടുക്കുകയും അവർക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ കണ്ടതാണ്. കാരണം ദില്ലി സ്ഫോടനത്തിന് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സ് തന്നെയാണ് വൈറ്റ് കോളർ ടെററിസം എന്നൊരു വാക്ക് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പരിചിതമായത് ദില്ലി സ്ഫോടനത്തിലൂടെയാണ്. ദില്ലി സ്ഫോടനത്തിൽ അൽഫല യൂണിവേഴ്സിറ്റിയിലെ പല ഡോക്ടേഴ്സും അതിൽ പങ്കാളികളാണ്. കാരണം ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ടീമായിരുന്നു, ഒരു ഗ്ലോബൽ ടെററിസ്റ്റിന്റെ ഒരു ടീം തന്നെയായിരുന്നു വൈറ്റ് കോളർ ടെററിസം. അതിലെ പ്രധാന കണ്ണികളായിരുന്നു ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം, നമുക്ക് ചുറ്റും നമ്മൾ എല്ലായിടത്തും മുക്കിലും മൂലയിലും ഇവരൊക്കെ കഠിനമായിട്ട് അധ്വാനിക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ ഈ അധ്വാനിക്കുന്നതിന് പുറകിൽ തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ തന്നെയാണോ? അതോ ഇവർ ബംഗ്ലാദേശികളാണോ? ബംഗ്ലാദേശികളാണെന്നുണ്ടെങ്കിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ച് ഇവരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നത് ആരാണ്? ഇതൊരു വലിയൊരു ഗ്യാങ്ങോ അല്ലെങ്കിൽ വിങ്ങോ തന്നെ ഇതിന്റെ പുറകിലില്ലേ? നമ്മൾ ഊർജിതമായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്നൊരു നിലയിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ അതിനെ തടയേണ്ടത് നമ്മൾ ഇന്ത്യക്കാരായ ഓരോരുത്തർ തന്നെയാണ്. കാരണം ദില്ലി സ്ഫോടനം ഉണ്ടായത് പെട്ടെന്നായിരുന്നു, നമ്മൾ ആരും അറിഞ്ഞില്ല. പക്ഷെ ആ സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന ഇന്ത്യക്കാർ തന്നെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഏറ്റവും അതിശയമായത്. കാരണം പാകിസ്ഥാനാണ് ഇന്ത്യയുടെ ആജന്മ ശത്രു. പക്ഷെ പാകിസ്ഥാനികൾ തന്നെ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികളായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ ഇന്ത്യ വിരുദ്ധരായിട്ട് മാറുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൽ വൈറ്റ് കോളർ ടെററിസമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. കാരണം സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കുന്ന ജോലിയുള്ള കുറച്ച് ആ വ്യക്തികൾ എന്തുകൊണ്ടോ ഈ തീവ്രവാദത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് പോകുന്നു. പണത്തിന്റെ കുത്തൊഴുക്കാണോ എന്നൊക്കെയാണ് നമ്മൾക്ക് അറിയേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും കേരളം അന്യസംസ്ഥാന തൊഴിലാളികളെ പറുദീസ തന്നെയാണ്. ഈ ഒരു പറുദീസയെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മലയാളികൾ നല്ല ഇന്ത്യയിലെ ആളുകൾ തന്നെ ഓരോരോ സ്ഥലത്ത് ഇറങ്ങാനായിട്ട് പേടിക്കേണ്ടി വരും. നമ്മൾ കണ്ടതാണ്, കലിമ ചൊല്ലാൻ അറിയാത്തതിന്റെ പേരിൽ പെഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയത്. അതുപോലെ തന്നെ സമാനമായിട്ട് 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ താനെയിൽ കലിമ ചൊല്ലാൻ അറിയാത്ത 2 സെക്യൂരിറ്റി ഗാർഡിനെ കൊല്ലുകയും ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ട സംഭവം തന്നെയാണ്. ഇതേപോലെ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും ആവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജാഗരൂകരാകണം. അതുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലും ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ
കൃത്യമായിട്ടുള്ള രേഖ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇവരെ ഇവിടെ കൊണ്ടുവന്നവർ കോൺട്രാക്ടേഴ്സിന്റെ അടുത്ത് പോലും കൃത്യമായിട്ടുള്ള രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം തുച്ഛമായ ശമ്പളത്തിന് അവർ ജോലി ചെയ്യാൻ വരുമ്പോൾ അവരോട് ഇങ്ങോട്ട് സ്വാഗതം അറിയിക്കുന്നു, വന്നോളൂ എന്ന് പറയുന്നു. കാരണം അങ്ങനെ വന്നോളാൻ പറയുമ്പോൾ അവരുടെ ജാതകവും കുറിയൊന്നും ഇവിടെ ആർക്കും കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇതിന്റെ പിറകില് ബംഗ്ലാദേശികളായുള്ള തീവ്രവാദികൾ തന്നെയാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ മലയാളികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇനി എന്താണെങ്കിൽ മെയ് 4-ന് അറിയാം നമുക്ക് റിസൾട്ട് വരുമ്പോൾ, ഇനി അധികാരത്തിൽ കയറുന്ന സർക്കാരെങ്കിലും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കുത്തൊഴുക്കില് അവരുടെ കൃത്യമായിട്ടുള്ള രേഖ പരിശോധിച്ച് ആരൊക്കെയാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, കൃത്യമായിട്ടുള്ള ഒരു രേഖ നിങ്ങൾ കൈവശം വെക്കണം. അതേപോലെ തന്നെ തീവ്രവാദികളായിട്ടുള്ളവരെ കടക്ക് പുറത്തെന്ന് പറയാനുള്ള ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു.